ഡൊമൈൻ നെയിം സിസ്റ്റത്തെ കുറിച്ച് അതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഫറെന്റ് ലെവലുകളിലാണ് ഐ പി അഡ്രസ് നമ്പറിന് പകരം, നമ്പർ സിസ്റ്റത്തിന് പകരം നെയിം സിസ്റ്റത്തിലേക്ക് മാറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സോൺ വെച്ച് തിരിക്കുന്നു. അത് കൺട്രി ലെവലിലേക്ക് സബ് ലെവലായിട്ട് തിരിക്കുന്നു. അങ്ങനെ പല ഇതില് ഈസി ആയിട്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് എടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡൊമൈൻ നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു റേഞ്ചിലായിരുന്നു. കാരണം ഡൊമൈൻ നെയിമിലേക്ക് എത്തിപ്പെടണം. കാരണം നമുക്ക് കിട്ടുന്ന അഡ്രസ് ഐ പി അഡ്രസ് ആയിരിക്കുമല്ലോ. ആ ഐ പി അഡ്രസ്സിൽ നിന്ന് കറസ്പോണ്ടിങ് ഡൊമൈൻ നെയിം അത് ഏതാണ്, ഏത് സെർവറിൽ റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കുന്നതിനാണ് അതിന് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് റിസോൾവർ എന്ന് കേട്ടോ. That's mapping address to domain is with the help of a resolver program we can achieve. സ്റ്റെപ്സ് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് നമുക്ക് എടുക്കണം. അതിനകത്തെ സ്റ്റെപ്പില് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ ദി സൊല്യൂഷൻ ആർ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റെപ്സ് ഒരു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഒരു സ്റ്റെപ്പിന്റെ ഒരു ഗെറ്റ് ഹോസ്റ്റ് നെയിം ഫംഗ്ഷനെ കുറിച്ച് ചെറിയത് ചോദിക്കാറുണ്ട്, ചെറിയ മാർക്കിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ദിസ് എ യൂസർ പ്രോഗ്രാം ഇഷ്യൂ എ റിക്വസ്റ്റ് സച്ച് ആസ് ദ ഗെറ്റ് ദ ഹോസ്റ്റ് നെയിം. This is a system call. This particular call is used to ask for the IP address of a host by passing the host name as parameter. ഇതൊരു കോളാണ്. ഒരു നെയിമിനോടൊപ്പം തന്നെ ബ്രാക്കറ്റ് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എടുക്കുമെന്ന് അറിയാലോ. നെയിം ഫോളോഡ് ബൈ പാരന്തസിസ് ആണ്. അപ്പൊ ഇതൊരു സിസ്റ്റം കോൾ ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഫംഗ്ഷൻ സ്വാഭാവികമായിട്ടും പാരാമീറ്റേഴ്സ് എടുക്കാൻ പറ്റുമല്ലോ. പാരാമീറ്റേഴ്സ് അതിലൂടെ പാസ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു ആസ്ക് ദ IP അഡ്രസ് ഓഫ് ദ ഹോസ്റ്റ്. ഓക്കെ, then ഇതിനകത്ത് റിസോൾവർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്, നെയിം ഓഫ് ദ സെർവർ അതിനൊന്ന് പല പല സെക്ഷൻ ആയിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് റിസോൾവർ പ്രോഗ്രാം ബേസ് ചെയ്ത നെയിം സെർവർ നെയിം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് നോക്കുന്നത് എങ്ങനെ, ഇത് ഓൾറെഡി ഇതിന്റെ പാത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സോൺ ബേസ് ചെയ്ത് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അത് ഫ്രീക്വന്റ്ലി ആക്സസ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക, അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രോസസ്സ് സ്പീഡിയാക്കാം. ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ബേസ് ചെയ്തുകൊണ്ട് ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഇതിലെ പ്രോസസ് നമ്മൾ റിക്വസ്റ്റഡ് സർവീസ് ഫാസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് എന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് നെയിം ഇതിനെ കുറിച്ചുള്ള എല്ലാതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. നമുക്ക് റൂട്ട് ചെയ്ത് പോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടായിരിക്കും. കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അറ്റ്ലാസ്റ്റ് എന്ത് ചെയ്യപ്പെടും, നമുക്ക് ദ യൂസർ പ്രോഗ്രാം വിൽ ഫൈനലി ബി ഗിവൺ എ കറസ്പോണ്ടിങ് IP അഡ്രസ്. എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത്, ഏതിലേക്കാണ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ആ സാധനം എവിടെയാണ് ഇരിക്കുന്നത് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഒരു ഫൈൻഡിങ് പ്രൊസീജിയർ നമ്മൾ ക്വറി സൊല്യൂഷൻ ഉള്ള രീതിയിലാണ് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ഡൊമൈൻ നെയിം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്ന് റിക്കേഴ്സീവ് ഓർ ഐട്രേറ്റീവ് പാറ്റേൺ. റിക്കേഴ്സീവ് എന്ന് പറഞ്ഞാലും ഐട്രേറ്റീവ് എന്ന ടേമുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എഴുതി പിടിപ്പിക്കാം. റിക്കേഴ്സീവ് പറഞ്ഞാൽ ഒരു സാധനം തന്നെ വീണ്ടും വീണ്ടും വിളിക്കുക. ഒരു ഐട്രേറ്റീവ് എന്ന് പറയുന്നതാണ് ഒന്നിൽ കയറി കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോകുമ്പോഴായിരിക്കും. അത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഐട്രേറ്റീവ് എന്ന് പറയുന്നത്. റിക്കേഴ്സിനകത്ത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ചെയ്യണം തന്നെ അതിലേക്ക് തന്നെ ആ കോളിംഗ് ഫംഗ്ഷൻ ഹെഡറിലേക്ക് പല പ്രാവശ്യം കോൾ പോകുന്ന രീതിയിലായിരിക്കും റിക്കേഴ്സീവ് പാറ്റേൺ എക്സിക്യൂഷൻ വരിക. So recursive query requires that the server should itself issue a query to determine. വീണ്ടും ഇപ്പൊ ആദ്യം പോയി നോക്കുമ്പോൾ തന്നെ നമ്മൾ റൂട്ടിംഗ് പാത്തിൽ നമുക്ക് കറക്റ്റ് ആ ഡേറ്റാബേസ് എവിടെയാ ഹോസ്റ്റ് എവിടെയാണെന്നാണ് നമ്മൾ
ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുന്ന് വീണ്ടും ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സെയിം ക്വറി പാസ് ചെയ്ത് പോകുമ്പോഴാണ് റിക്കേഴ്സീവ് എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. ഐറ്ററേറ്റീവ് ക്വറി മീൻസ് ദാറ്റ് ദ നെയിം സെർവർ ഷുഡ് റിട്ടേൺ വാട്ട് ഇൻഫോർമേഷൻ. അതായത് ഐറ്ററേറ്റീവ് ക്വറിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും ക്വറി പാസ് ചെയ്ത് പോകുക, അല്ല അതിന്റെ റിസൾട്ട് റിട്ടേൺ പാറ്റേണിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസൾട്ട് റിട്ടേൺ പാറ്റേണിൽ തന്നെ വളരെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഐറ്ററേറ്റീവ് എന്നുള്ള രീതിയിൽ. റിക്കേഴ്സീവ് എന്ന് പറയുന്ന ക്വറി പല പ്രാവശ്യം ഇപ്പൊ നമ്മളൊരു പണ്ടൊരു ഗെയിം കളിക്കില്ലായിരുന്നു, അങ്ങനെ ഒരാളുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് അതിങ്ങനെ പങ്കിട്ടെടുത്ത് പാസ് ചെയ്തിട്ട് ആരുടെ കയ്യിലാണ് ഉള്ളത് തിരിച്ചു കിട്ടുന്ന രീതിയിൽ. അത് സെയിം സാധനം തന്നെയാണ് പല പ്രാവശ്യം പോകുന്നത്. ഇത് ഒരാളുടെ പാസ് ചെയ്ത് അവിടുന്ന് ആ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് രണ്ട് രീതിയിലുള്ള മെത്തേഡ് എടുക്കുന്നത്. എങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ ചിലപ്പോൾ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ രണ്ടും രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതേ ഉള്ളു. കാഷിംഗ് എന്ന് പറയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രീക്വന്റ് ആയിട്ടൊരു റിക്വസ്റ്റ് ഒരു ഹോസ്റ്റിലേക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സെർവറിലെ സർവീസ് റിക്വസ്റ്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാനുള്ള ഒരു പാത്ത് ഒരു പ്രാവശ്യം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, ആ പാത്ത് വീണ്ടും വീണ്ടും സ്റ്റോർ ചെയ്യണം. കാരണം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരിടത്തേക്ക് ഒരു പ്രാവശ്യം പോകുമ്പോൾ മാത്രമേ നമ്മൾ വഴി ചോദിച്ചു പോകേണ്ട കാര്യമുള്ളൂ. അടുത്ത പ്രാവശ്യം എന്താ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് നമുക്ക് ഇത് ഇന്നെ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ഇന്നെടുത്ത് കഴിഞ്ഞ് ഇന്നെടുത്ത് ഇന്ന രീതിയിൽ എന്ന് പറയുന്ന കാഷിംഗ് ഫ്രീക്വന്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റിക്വസ്റ്റ് വരുന്ന ഹോസ്റ്റിന്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു, ക്യാഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഏത് റൂട്ട് ഫോളോ ചെയ്ത് പോകണം ഹോസ്റ്റിലേക്ക് എത്താൻ എന്നുള്ള കാര്യം സെർച്ച് ചെയ്യുക. ഫൈൻഡ് ആൻഡ് സെർച്ച് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫൈൻഡ് ഓർ സെർച്ച് മൾട്ടിപ്പിൾ സെർച്ച് ഓപ്ഷനിൽ കൊടുക്കാതെ തന്നെ ആക്സസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കിട്ടും. അതാണ് ക്യാഷിന്റെ ഹെൽപ്പ്. ഇനി ഇതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, ക്വറിയാണ് കൊടുക്കുന്നതല്ലേ നമ്മൾ ചോദിക്കും. വീട് എവിടെയാന്ന് ചോദിക്കുന്ന പോലെ വീട് എവിടെയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ റൂട്ട് നമുക്ക് പലരും പറഞ്ഞ് നമ്മളതിനെ സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ നമുക്ക് ഹോസ്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു ക്വറി മെസ്സേജിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. രണ്ട് തരത്തില്. ഒന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള മെസ്സേജ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് എല്ലാത്തിനും അങ്ങനെയല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേൺ ആണല്ലോ വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ കൊടുക്കുന്നതിനും ഒരു രീതി ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ഡൊമൈൻ നെയിം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മൾ രണ്ട് സ്ട്രക്ചറിലുള്ള മെസ്സേജ് സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഒന്ന് അത് ക്വസ്റ്റ്യൻ മെസ്സേജിന്റെ ഒരു സ്ട്രക്ചറും, അതുപോലെ റെസ്പോൺസ് ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് റെസ്പോൺസ്. അപ്പൊ റെസ്പോൺസ് മെസ്സേജസ് സ്ട്രക്ചറും. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ക്വറി എന്ന് പറയുന്ന ഹെഡറും ക്വസ്റ്റ്യൻ സെക്ഷൻ മാത്രം കൊടുക്കുന്നു. നെക്സ്റ്റ് റെസ്പോൺസ് സെക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ സെക്ഷൻ എന്താണ് വന്ന ആ രണ്ട് സെക്ഷനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ സെക്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് അതോറിറ്റേറ്റീവ് വേർഡ് സെക്ഷൻ ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുവാണെങ്കിലും ആ മറുപടി എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്നില്ല. ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് ആ ചോദിക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കണം. ചോദിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളത് റെസ്പോണ്ട് ചെയ്യുന്ന സെക്ഷനിൽ നിന്നും വരണം. ഈ ചെക്കിംഗ് നമ്മൾ അതോറിറ്റേഷൻ നമ്മൾ നോക്കിയിട്ടായിരിക്കും എപ്പോഴും ആൻസറിങ് പോകുന്നത് കേട്ടോ. നമ്മള് ചോദിക്കുന്ന രീതി, ചോദിക്കുന്ന ആൾക്ക് ആരോടാണ് ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ആളാരാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തും ഈ ഒരു നെയിമിംഗ് കൺവെൻഷനിലാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡർ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ജസ്റ്റ് അത് ഫിക്സഡ് ലെങ്ത് ഓഫ് 12 bytes ആണെന്നുള്ളത്. അതിനകത്ത് വരുന്ന സെക്ഷൻസ് ഐഡന്റിഫിക്കേഷൻ, ഫ്ലാഗ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് റെക്കോർഡ്സ്, നമ്പർ ഓഫ് ആൻസർ റെക്കോർഡ്സ്, നമ്പർ ഓഫ് അതോറിറ്റീവ് റെക്കോർഡ്സ്, നമ്പർ ഓഫ് അഡീഷണൽ റെക്കോർഡ്സ്. ഇതിനകത്ത് ഈ ഒരു പോയിന്റ് എക്സ്പ്ലനേഷൻ ചോദിക്കുവാണെങ്കിൽ നമ്പർ ഓഫ് അഡീഷണൽ റെക്കോർഡ്സ്
record section will have 0 value in the query message. Then ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇലിസ്ട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ പാറ്റേണിൽ സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു IP അഡ്രസ് ഡൊമൈൻ നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ IP അഡ്രസ് മാപ്പ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. അതായത് ഈ ഒരു ഇഗ്നോയുടെ സ്റ്റഡീസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ലെറ്റ് എ യൂസർ ഓപ്പൺ വെബ് ബ്രൗസർ നമ്മൾ ഓപ്പൺ എന്ത് കാര്യം നമ്മൾ വെബ് പേജ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കണമല്ലോ. അപ്പം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. URL നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോട്ട് നോയിങ് ദ IP അഡ്രസ് ഫോർ ഇതിന്റെ IP അഡ്രസ് എന്താണെന്ന് ആർക്കറിയില്ല, നമ്മുടെ സിസ്റ്റത്തിലെ OSന് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് ആരോട്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് DNS സെർവർ വഴി നമ്മൾ ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നു. ദെൻ അതെന്ത് ചെയ്തു? തിരിച്ച് ഈ റൂട്ട് സെർവർ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവർ വാല്യൂസ് ഒന്നെങ്കിൽ റിക്കേഴ്സീവ് പാറ്റേണിൽ ഇറ്ററേറ്റീവ് പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡീറ്റെയിൽസ് നമുക്ക് അച്ചീവ് ചെയ്ത് കിട്ടുന്നു. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ഷൻ DNS സെർവർ കണക്ട് ചെയ്യുന്നുണ്ട് ഇഗ്നോസ് DNS സെർവറായിട്ട്. എവിടെ ഈ നമ്മുടെ സെർവറിനെന്ന് പറയുന്ന റൂട്ട് സെർവറിന് മാത്രമല്ല, നമ്മൾ ഈ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കില്ല. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷന്റെ കണക്ഷൻ ആണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടേണ്ടത്. അല്ലെങ്കിൽ ആ പേജസ് ആക്സസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ അത് ഏത് സിസ്റ്റത്തിലാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള IP അഡ്രസ് ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇഗ്നോയുടെ DNS ഉണ്ടല്ലോ, സെർവർ, ഇഗ്നോയുടെ സെർവർ റെസ്പോണ്ട് ചെയ്യും. ഇഗ്നോയുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പാത്ത് സെറ്റ് ആയി കഴിയും. That is, Internet Service Providers DNS server tells the user's operating system the IP address for the IGNO. Then the operating system tells the web browser the IP address for corresponding site. Web browser connects and start communication with the site. സിമ്പിൾ ആയിട്ട് തന്നെ ഉള്ളൂ. നമ്മുടെ ആദ്യം സെർവർ സിസ്റ്റത്തിലെ റൂട്ട് സെർവറിലേക്ക് നമ്മൾ നമ്മുടെ ക്വറി പാസ് ചെയ്ത് പോകുന്നു. അതിന് കറസ്പോണ്ടിങ് സെർവറിൽ നിന്ന് ലൊക്കേഷൻ എവിടെയാണ്, എങ്ങനെ പോയാലാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള കാര്യം കിട്ടുന്നു. അതിനനുസരിച്ചുള്ള പാത്ത് സെറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് സെർവറിലേക്ക് പോകുന്നു. ഈ പേജ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ IP അഡ്രസ് റിക്വസ്റ്റ് കൊടുക്കുന്നു. IP അഡ്രസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സിസ്റ്റങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് നമ്മുടെ ലോക്കൽ സിസ്റ്റവും ഹോസ്റ്റുമായിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറും നമ്മളെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇനി ഇതിൽ ഈ പോയിന്റ്സുകൾ പിന്നെ ജസ്റ്റ് ഓർത്തു വെക്കാനുള്ളത് എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങള്? ഡൈനാമിക് ഡൊമൈൻ നെയിം സിസ്റ്റം is a protocol that defines extension to the DNS. DNSന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള DDNS ആണ് പറയുന്നത്. ഇവിടെ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the DNS servers to accept the request to add, update and delete entries in the DNS database dynamically. ഇതില് കോമൺ ആയിട്ടുള്ള 3 കോമൺ യൂട്ടിലിറ്റീസിനെ കുറിച്ച് ഹോസ്റ്റ് ഉണ്ട്, നെറ്റ്വർക്ക് ലുക്കപ്പ് ഉണ്ട്, ഡിഗ് ഉണ്ട്. Then host എന്ന് പറയുന്നത് host obtain an IP address associated with the host name. Network എന്ത് ചെയ്തിട്ടുണ്ട്? It allows to locate information about the network nodes. ഡിഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഡൊമൈൻ ഇന്റർനെറ്റ് പ്രൊഫൈൽ ആണ് നമ്മൾ ഇതിൽ വെക്കുന്നത്.
ആപ്ലിക്കേഷൻ ലെയറിനകത്ത് അടുത്തൊരു റേഞ്ചിൽ വരുന്ന എടുക്കുന്നത് നമ്മൾ ഇലക്ട്രോണിക് മെയിലിനെ കുറിച്ചുള്ള ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞൊരു കേസ് നമുക്കറിയാം. ഇമെയിൽ എന്ന് പറയുന്ന സാധനത്തിനാണ് നമ്മൾ ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിനെ കുറിച്ചാണ് അടുത്ത സെഷനകത്ത് പറയുന്നത്. ഇതും ചെറിയ മാർക്കുകൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഏത് കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. മെയിൽ വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രീമിംഗ് കേസ് ബേസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ നേച്ചർ അനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്പോർട്ട് ഏത് ലിങ്ക് കണക്ഷൻ ഓറിയന്റഡ് ആണോ കണക്ഷൻ ലെസ് ആണോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് കണക്ഷൻ ഓറിയന്റഡ് മസ്റ്റ് ആയിട്ട് ഡേറ്റ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ഉറപ്പുള്ള തരം കണക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് മോഡലാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ആയിട്ട് ഇത് TCP/IP പ്രോട്ടോകോൾ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ആണ് നമ്മൾ ഇലക്ട്രോണിക് മെയിൽസ് ഇമെയിലിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക. കാരണം കണ്ടന്റ് റിസീവ് ചെയ്ത് കിട്ടാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണമല്ലോ. അതില് യൂസ് ചെയ്യുന്ന പല പല പ്രോട്ടോകോൾസിൽ ഒരെണ്ണമാണ് SMTP എന്ന് പറയുന്നത്, വേറൊരെണ്ണം പോപ്പ്. അങ്ങനെ പല പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത് മാത്രം. ആദ്യത്തെ കേസ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മളൊരു മെയിൽ സെർവറുമായിട്ട് കണക്ഷൻ ആകുമ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുന്ന മെയിൽ സെൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രോട്ടോകോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ക്ലയന്റും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന രണ്ട് സിസ്റ്റവും ആക്റ്റീവ് റേഞ്ചിൽ ഇരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലയന്റ് സെർവർ ആക്റ്റീവ് മോഡ്, ആക്റ്റീവ് ഓൺലൈൻ കണക്ഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ അയച്ചു കൊടുത്ത ആ മൊമെന്റിൽ തന്നെ അതവിടെ റിസീവ് ആണ് നമ്മുടെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന്റെ വർക്കിംഗ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നമുക്ക് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞ സംഗതി. പോർട്ട് നമ്പർ എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു നമ്പറാണ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോർട്ട് നമ്പർ, ആപ്ലിക്കേഷനെ റേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് പോർട്ട് നമ്പർ ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പം ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ നേച്ചർ ഏതാണെന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ട് നമ്പർ, അത് പോർട്ട് നമ്പറുകൾ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. വെൽ ഡിഫൈൻഡ് ഉണ്ട്, രജിസ്റ്റേർഡ് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പൊതുവെ നമുക്ക് വെൽ ഡിഫൈൻഡ് പോർട്ട് നമ്പറിലാണ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ നമ്പർ നമ്മൾ ഹെഡർ സെറ്റ് ചെയ്ത് വരുന്ന സമയം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും, കാരണം ഇത് ഓൾറെഡി ഡിഫൈൻഡ് ആയതുകൊണ്ട്. ഇവിടെ രണ്ട് സെക്ഷനാണ് നമുക്ക് എടുക്കുന്നത്. SMTPയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് എടുക്കുന്നത്. കമ്പോണന്റ് ആണ് നമ്മൾ ഇതിനെ ഒരു SMTP പ്രോട്ടോകോളിനെ മാനേജ് ചെയ്യുന്ന രണ്ട് കമ്പോണന്റ് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് മെയിൽ ട്രാൻസ്ഫർ ഏജന്റിനെ കുറിച്ചും പിന്നെ ഒന്ന് യൂസർ ഏജന്റിനെ കുറിച്ചുമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഓർത്ത് വയ്ക്കേണ്ട പോർട്ട് നമ്പർ ഏതാണെന്നുള്ള കാര്യം, സർവീസ് SMTP ആണെന്നുള്ള സിമ്പിൾ മെയിൽ ആണ്, മെയിൽ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന 25. അതിന് രണ്ട് സെക്ഷനകത്ത് എടുക്കുന്നു. MTA മെയിൽ ട്രാൻസ്ഫർ ഏജന്റ് എന്നും യൂസർ ഏജന്റ് എന്നും പറയുന്ന രണ്ട് സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതില് MTA സംബന്ധിച്ചിടത്തോളം രണ്ടിടത്തും ഉണ്ട്. ഈ MTA എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ ഏജന്റ് ക്ലയന്റിന്റെ സൈഡിലും സെർവറിന്റെ സൈഡിലും വർക്ക് ചെയ്യുന്നതാണ്. The transfer of message, that is mail, is delivered through an agent known as message transfer agent. The MTA assists a user in sending as well as receiving the message. അപ്പൊ രണ്ട് സൈഡിലും വർക്ക് ചെയ്യപ്പെടുന്ന ഒന്നാണെന്ന് ഓർത്ത് വയ്ക്കുക. യൂണിക് സിസ്റ്റത്തോട് കൂടിയായിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്ഷൻ ആയിട്ട്, യൂണിക്സ് ആണ് നെറ്റ്വർക്കിങ്ങിന് തുടക്കം, അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. നെക്സ്റ്റ് യൂസർ ഏജന്റ് എന്ന് പറയുന്നതാണ് ഡീൽസ് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് മെസ്സേജ്. നമുക്കറിയാം, നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ഒരു ഏരിയ നമുക്ക് അവൈലബിൾ ആവണ്ടേ. ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ യൂസർ ഏജന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. എഡിറ്റിംഗ് പൊസിഷൻ, എഡിറ്റർ പാറ്റേൺ ചെയ്യുന്നത്. അതിനെ കറസ്പോണ്ടിങ് സെൻഡ് ചെയ്യപ്പെടുമ്പോൾ മാനേജ് ചെയ്യുന്നതാണ് കേട്ടോ MTA ബേസ് എടുക്കുന്നത്. അപ്പൊ ഇതിന് ഓരോ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഈ യൂസർ ഏജന്റ് നമ്മൾ മെയിൽ കമ്പോസ് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിന്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അല്ലെങ്കിൽ അതിനകത്ത് ഈ യൂസർ ഏജന്റ് എന്ന യൂസർ ഇന്ററാക്ഷൻ വരുന്ന സെക്ഷൻ, ഈ യൂസർ ഇന്ററാക്ഷൻ വരുന്ന സെക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഈ യൂസർ ഏജന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പല കാര്യങ്ങൾ, റീഡിങ് ദ റിസീവ് മെസ്സേജസ്, റിപ്ലൈങ് ടു ദ, നമുക്ക് ഓരോ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓരോ ഐക്കൺസും ഓരോ കറസ്പോണ്ടിങ് ഓപ്ഷൻസും ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഇതിന്റെ കമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോർവേഡ് ചെയ്യാനുള്ള, ഹാൻഡിങ് വേരിയസ് മെയിൽ ബോക്സ് സെറ്റിംഗ്സ്. ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള ഒരു യൂസർ ഏജന്റിന്റെ സെക്ഷൻസ് ആണ്. പൊതുവെ ഇതെല്ലാം കൂടിയായിരിക്കും ഉണ്ടാകുക. ഇപ്പൊ രണ്ട് തരത്തിലാണ്. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. അത് SMTP സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് നടക്കുന്നത്. യൂസർ ആക്സസ് വഴി ചെയ്യാം. യൂസർ ആക്സസ് സെറ്റ് ചെയ്ത സാധനത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി യൂസർ അഡ്രസ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങൾ ചേർന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. യൂസർ നെയിം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡൊമൈൻ നെയിമോട് കൂടിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. യൂസർ ഏജന്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ ഫെസിലിറ്റി ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. ആ സെൻഡിങ് മെസ്സേജ് എന്ന് പറയുന്ന റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനുള്ള പോർഷൻ ഹാൻഡിൽ ചെയ്യുന്നത് SMTA സംഗതിയാണ്. ഈ യൂസർ ഏജന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ആണ്. ഇനി ഇന്റർഫേസിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് യൂസറിന് അപ്ലിക്കേഷനുമായിട്ട് രണ്ട് രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒന്ന് കമാൻഡ് ബേസ് ചെയ്യാം, ഒന്ന് ഗ്രാഫിക്. അത് ജനറൽ ആയിട്ട് എല്ലാത്തിനും അത് തന്നെയാണ്. നമുക്ക് ഒന്നുകിൽ കമാൻഡ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു പോകുന്നത്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇന്റർഫേസ് എന്ന് പറയുന്നതാണ് ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിൽ വേണം ഗ്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. കമാൻഡുകൾ ഓർത്തു വയ്ക്കാൻ, എല്ലാം ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് സിമ്പിൾസ്. Commands are represented by symbols and that can be activated by pointing devices. ഒരു പോയിന്റിംഗ് ഡിവൈസ് ഉപയോഗിച്ച് കമാൻഡുകളെ ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. മെമ്മറി കുറച്ചും കൂടെ കുറവുള്ളവർക്കും ഉപയോഗിക്കത്തക്ക രീതി, കാണുമ്പോഴേ മനസ്സിലാക്കി ഉപയോഗിക്കത്തക്ക രീതിയിൽ കമാൻഡുകളെ മാറ്റി വയ്ക്കുന്ന രീതിയാണ് ഗ്രാഫിക്കൽ ഇന്റർഫേസിനകത്ത് അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്ഷൻ നടത്താൻ പറ്റും, യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിനകത്ത് SMTP പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പോസ്റ്റ് ഓഫീസ് പോപ്പ് എന്ന് പറയുന്നത്. ഇതും ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ പോപ്പിന്റെ SMTPയുടെ വ്യത്യാസം പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് സിസ്റ്റം ഒരു ക്ലയന്റും സെർവറും ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ SMTP ഫോക്കസ് ചെയ്യുന്നത്. സപ്പോസ് അത് അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ, സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് റിസീവറുടെ എൻഡിൽ അപ്പോൾ റിസീവ് ചെയ്യാൻ പാകത്തിന് അയാൾ ഓൺലൈൻ ആവണം നിർബന്ധമില്ല. അങ്ങനെ ഓൺലൈൻ അല്ലാത്ത സിറ്റുവേഷൻസിനകത്ത് എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ട് എപ്പോഴാണോ അയാൾ ആ ഓൺലൈനായി അത് ആക്സസ് ചെയ്യാൻ റിസീവ് ചെയ്യാൻ സൈഡിലേക്ക് റെഡി ആവുന്നു, ആ സമയത്ത് ആൾക്ക് അത് അവൈലബിൾ ആവണം. അങ്ങനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോപ്പ് പ്രോട്ടോകോളിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്. That is, in order to retrieve the email stored in the SMTP server on behalf of the users, a protocol called Post Office Protocol has been devised. It assists in downloading the emails from the SMTP server. എപ്പോഴാണോ ആക്റ്റീവ് ആയി വരുന്നത്, ആ ഓൺലൈൻ വരുന്നില്ല മെയില് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പിന്റെ ഹെൽപ്പാണ്. SMTP സെർവറിൽ നിന്ന് നമ്മൾ പോപ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും നമ്മളെ കറസ്പോണ്ടിങ് ഏരിയയിലേക്ക് ആക്സസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയുള്ള അടുത്തൊരു, അപ്പൊ ഇമെയിലിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന അടുത്തൊരു പ്രോട്ടോകോളാണ് ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ പോപ്പിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മെയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ അതിനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെർവർ എപ്പോഴും എന്ത് ചെയ്യപ്പെടില്ല, ഹെക്റ്റിക് ആവുമല്ലോ, കൺജസ്റ്റഡ് ആയി പോകാൻ പാടില്ല. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ക്ലീനപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു മെയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിലീഷൻ ഓപ്ഷൻ അവിടെ സംഭവിക്കും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കയ്യിൽ ഫെസിലിറ്റീസ് വേണമായിരിക്കും. മെയിൽ സെർവറിൽ നിന്ന് കണ്ടന്റ് ഡിലീറ്റ് ആയി പോകാതെ നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് വേണ്ടി വരുന്ന ഒരു ആവശ്യകത എപ്പോഴാന്ന് വെച്ചാൽ നമ്മളുടേതല്ലാത്ത പ്രൈവറ്റ്
പ്രൈവറ്റ് ആക്സസ് അല്ലാതെ പബ്ലിക് ആയിട്ട് പല സമയങ്ങളിൽ നമ്മൾ പറയും നമ്മുടെ സിസ്റ്റം അല്ലാതെ ഇപ്പൊ കഫേയിലൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് നമുക്ക് കിട്ടാതെ പോകരുത്. നമുക്ക് ഉറപ്പുവരുത്തണം. നമുക്ക് ഒരു ഡിലീഷൻ പ്രോസസ്സറിൽ നമുക്ക് ആ എമൗണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഈ ഒരു ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോളിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഡിലീഷൻ ഓഫ് ദ മെയിൽ ഫ്രം ദ മെയിൽ സെർവർ that we are using internet mail access protocol. ഇനി IMP additional user can create, rename or delete the mailbox on the mail server. The user can check the header part of the mail before downloading the message. ഇതെല്ലാം സഹായിച്ചു തരുന്നത് നമ്മുടെ ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോളിന്റെ ഹെൽപ്പാണ്. അപ്പം ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ റിസീവ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന കാര്യങ്ങളില്ല. പല പല പ്രോട്ടോകോൾ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഒരു മെയിൽ കുറിച്ച് മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. ഇത് എന്തിനു വേണ്ടി വെച്ചാൽ നമ്മുടെ ഫോർമാറ്റിംഗ് ഉണ്ടാവുന്ന മിസ്മാച്ചുകൾ. സാധാരണ നമുക്ക് ASCII ഫോർമാറ്റ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന് മാത്രമല്ലേ നമ്മൾ അതിന് ഓരോ കീ വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതല്ലാത്ത അതർ ലാംഗ്വേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാം കമ്പോസ് ചെയ്യുന്ന മെയിലിനകത്ത് അതർ ലാംഗ്വേജ് യൂസ് ചെയ്ത് കമ്പോസ് ചെയ്യത്തക്ക രീതിയിൽ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിന്റെ ഒരു ഹെൽപ്പാണ് നമ്മൾ ഇത് മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ വഴി നമുക്ക് പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് മെസ്സേജ് റിട്ടേൺ ഇൻ ലാംഗ്വേജസ് സച്ച് ആസ് ജർമ്മൻ, റഷ്യൻ ആൻഡ് ഫ്രഞ്ച്. അതുപോലെയുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഫറെന്റ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് ഫോർവേഡ് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെസ്സേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. പിന്നെ അതേപോലെ തന്നെ അതില് കേസ് വേറെ ഒരു SMTP സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ വീഡിയോസും ഓഡിയോസ് ഫയൽസ് ഒന്നും ബൈനറി ഫയൽസ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്ത സമയത്തും നമുക്ക് സഹായം കിട്ടുന്നത് ഈ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷന്റെ ഹെൽപ്പാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾക്കും നമ്മുടെ ഫോർമാറ്റ് ഡിഫറൻസ് വരുന്ന സമയത്തും അതുപോലെ തന്നെ ടെക്സ്റ്റ് അല്ലാത്ത വേറൊരു ഫാഷനിലുള്ള സാധനങ്ങൾ സെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തും നമ്മൾ മൈമിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നു. ഈ പോയിന്റ് എഴുതി വെച്ച് പഠിക്കുന്ന മാർക്ക് ചെയ്യുന്നവരോർക്ക് എ പ്രോട്ടോകോൾ ഫോർ മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ സപ്പോർട്ട് ട്രാൻസ്ഫർ ഓഫ് നോൺ ASCII ഫോർമാറ്റ് ത്രൂ SMTP. ഇത് സ്വാഭാവികം ട്രാൻസ്ലേഷൻ വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാത്തൊരു ഭാഷയാണെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ പറയുന്ന മലയാളത്തിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ ഒരു ലാംഗ്വേജ് നമുക്ക് അറിയാത്തൊരു ഭാഷ ഇതിനെ കറസ്പോണ്ട് SMTPക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഫോർമാറ്റ് എക്സ്ചേഞ്ച് നടത്തിയതിനു ശേഷമായിരിക്കും സെൻഡ് ചെയ്യപ്പെടുന്നത്. MIME is simply an extension of SMTP and is not a mail protocol. അതിനകത്ത് വരുന്ന 5 ഹെഡേഴ്സിനെ കുറിച്ച് കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിരിക്കുന്നത്. വന്നിട്ടുണ്ടോന്ന് അറിയില്ല, ചോദിച്ചാൽ നോക്കിയാലേ അറിയുള്ളൂ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. മൈം വേർഷൻ ഏതാണെന്നുള്ളത്, കണ്ടന്റ് ടൈപ്പ് ഓഫ് ഏതാണ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനം ഏതാണെന്നുള്ളത്, അതുപോലെ ട്രാൻസ്ഫർ എൻകോഡിങ് എൻകോഡ് ചെയ്യപ്പെടാന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു പറയുന്ന ഫോർമാറ്റിനെ വേറൊരു രീതിയിലേക്ക് എടുത്തു വെക്കാം. കോഡിങ് എൻകോഡിങ് ഉദ്ദേശിക്കുന്നത് കംപ്രസ് ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണത്. കണ്ടന്റ് ID, കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ, അത്രേ ഉള്ളൂ. അത് ഒത്തിരി ജസ്റ്റ് വായിച്ചു നോക്കിയാൽ എടുക്കാവുന്ന കാര്യം. പിന്നെ നമ്മൾ ടെൽനെറ്റിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ടെൽനെറ്റ് എന്ന് പറയുന്ന ടെർമിനൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്നല്ലാതെ തന്നെ വേറൊരു സിസ്റ്റം നമ്മൾ ഒരു എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞ അസൈൻമെന്റ് നമ്മൾ തന്നെ നമുക്ക് വർക്ക് നമ്മളാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യേണ്ടതായിട്ടാണെങ്കിലും പക്ഷെ ആ വർക്ക് നമ്മൾ ചെയ്യാതെ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതുള്ള ആളുടെ കയ്യിൽ കൊടുത്ത് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ
ഈ ടെർമിനൽ നെറ്റ്വർക്കിംഗിന്റെ വർക്കിംഗ് വരുന്നത്. ടെൽനെറ്റ് ഇസ് എ പോപ്പുലർ ക്ലയന്റ് സെർവർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇതിന്റെ ഫിഗർ വെച്ച് നമ്മൾ നോക്കിയതായിരുന്നു എന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നി. മനസ്സിലാച്ച ഈ ടെൽനെറ്റിന്റെ ഒരു പ്രത്യേകത, നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഡിവൈഡ് ആൻഡ് കോൺകർ പാറ്റേണിൽ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. റിമോട്ട് വർക്ക് ലൊക്കേഷനുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് സർവീസ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവർ റിക്വസ്റ്റ് ചെയ്ത കാര്യം കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ആര് ചെയ്ത് കിട്ടുന്നതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് സർവീസ് കിട്ടും. നമ്മൾ ചോദിച്ച ആൾ തന്നെയാണ് നമുക്ക് തന്നതെന്ന രീതി. സർവീസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആരോടാണോ ചോദിച്ച അതിൽ തന്നെയാണ് നമുക്ക് സർവീസ് കിട്ടിയ എന്നുള്ളൊരു ഫീലില് വിത്തൗട്ട് ഡിലേ നമുക്ക് സർവീസ് കിട്ടും. പക്ഷെ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിരിക്കുന്ന വേറെ സിസ്റ്റം ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പാസ് ചെയ്യുന്ന സാധനങ്ങൾ ത്രൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ടെൽനെറ്റ് സെർവറിൽ പാസ് ചെയ്ത് കൊടുക്കുക, അവിടെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ജസ്റ്റ് ഇതാണ് ടെർമിനൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ സാധനം അത് ക്ലയന്റ് സെർവറിന്റെ സൈഡിൽ, എന്നിട്ട് അതിന്റെയും ത്രൂ നെറ്റ്വർക്ക് അത് ടെൽനെറ്റ് സെർവറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. ടെൽനെറ്റ് സെർവറിനകത്ത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറെന്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ വർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഉള്ള ഒരു എങ്ങനെയാണോ അവിടെ അതിന് കറസ്പോണ്ടിങ് ഷെഡ്യൂളിംഗ് ബേസ് ചെയ്തുകൊണ്ട് പ്രോസസ്സിംഗ് നടക്കുകയും റിസൾട്ട് മാത്രം തിരിച്ച് ക്ലയന്റിലേക്ക് പാസ് ചെയ്ത് കിട്ടുകയും ചെയ്തു. That is basically Telnet is a utility whereby a user first log into a remote machine and thereafter the user can access the files. രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് റൈറ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ റിസൾട്ട് ആയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇതിന്റെ വർക്കിംഗ് ഒരു പാരഗ്രാഫിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ദ വർക്കിംഗ് ഓഫ് ടെൽനെറ്റ്. ഇതേപടി ഒന്ന് പഠിച്ച് എഴുതേണ്ടതായിട്ടുണ്ടായിരിക്കും. ദ വർക്കിംഗ് ഓഫ് ടെൽനെറ്റ് ഈസ് ആസ് ഫോളോ. ദ യൂസർ ടൈപ്സ് ഓൺ ദ ഹോസ്റ്റ് മെഷീൻ that runs a driver known as terminal driver. It basically receives the keystroke typed by the user on the terminal and passes the corresponding character to the corresponding operating system. The operating system in turn sends these characters to Telnet client. The language or format acceptable at terminal might be different from the format allowed by the Telnet. Therefore, the characters received by the Telnet client from the terminal driver are converted to a generic character set known as network virtual terminal. The transfer form of characters is sent to the TCP/IP protocol stack of the local machine. ഈ രണ്ട് പാരഗ്രാഫ് പഠിച്ചു വെച്ചിട്ട് ഇതിന്റെ അവസ്ഥയായിരിക്കും. The characters travel through the network using TCP/IP and finally reach the destination's operating system. The operating system passes the network virtual terminal characters to the Telnet server. The Telnet server in turn transforms the characters into characters understood by the destination machine. നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൺവേർഷൻ ഇത് ഫോർമാറ്റ് മിസ്മാച്ചുകൾ മാനേജ് ചെയ്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എപ്പോഴും നടക്കുന്നത്. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ക്ലയന്റിന്റെ സൈഡിൽ എല്ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, സെർവറിന്റെ സൈഡിലായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. അവിടെ എങ്ങനെയാണോ അത് ചെയ്യേണ്ട ആ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുന്നു. തിരിച്ച് ഇതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലയന്റിലേക്ക് എത്തിപ്പെടുക ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ജനറൽ ഐഡിയ ഇത് എഴുതി വെക്കുന്ന നിങ്ങളുടെ ഓൺവേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ടെർമിനൽ നെറ്റ്വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സെയിം സിസ്റ്റം തന്നെ വർക്ക് ചെയ്യില്ല, പകരം വേറെ സിസ്റ്റത്തിലേക്ക് റിക്വസ്റ്റ് കൊടുത്ത് വർക്ക് ചെയ്യുന്ന വേറൊരു സിസ്റ്റം ആയിരിക്കും. ആ സിസ്റ്റത്തിലെ വർക്കിന്റെ റിസൾട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതാണ് അടുത്ത ആപ്ലിക്കേഷൻ ലെയറിനകത്ത് പല പല പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ ലെയർ ആണ് യൂസർ ഇന്ററാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ലെയർ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ലെയറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് വഴി ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്ത് നമ്മുടെ ഫെസിലിറ്റീസ് നമ്മുടെ ആവശ്യങ്ങൾ പല തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ചിലപ്പോൾ യൂട്യൂബ് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൈറ്റിനകത്ത് കണ്ടന്റ് എക്സേർച്ച് ചെയ്യാനായിട്ടായിരിക്കും, ചിലപ്പോൾ ഗെയിം കളിക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പം ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസസ് ക്രിയേഷൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സെക്യൂരിറ്റി റേഞ്ചിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, കണക്ഷനിലേക്ക് വ്യത്യാസം ഉണ്ട്, എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് അപ്പൊ ഡെവലപ്പ് ചെയ്ത പോർട്ടുകൾ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ്
ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ സെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളും മെയിലിന്റെ വ്യത്യാസം വെച്ചാൽ അവിടെ നമ്മൾ ഷോർട്ട് മെസ്സേജ്, അതിന് ലിമിറ്റേഷൻ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഒരിടത്ത് സെൻഡറിൽ നിന്ന് റിസീവറിന്റെ അടുത്തേക്ക് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ കൂടിയ വാല്യൂസ് ഒന്നും ആ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സൈസ് കൂടിയ സാധനങ്ങൾ പാസ് ചെയ്യാനും റിലയബിൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP എന്ന് പറയുന്നത്. ഈ FTP എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം, ഓരോ സിസ്റ്റത്തിനും ഓരോ ആർക്കിടെക്ചർ ആയിരിക്കില്ല. ആർക്കിടെക്ചർ വേരിയേഷൻസ് നമ്മളുടെ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യാനും ഒരു പ്രശ്നമായിട്ട് വരരുത്. അങ്ങനെ ആ പ്രോബ്ലംസ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലായിരിക്കും ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. പോയിന്റ് ഇത്രേ ഉള്ളൂ, കണക്ഷൻ ഓറിയന്റഡ് ആയിരിക്കണം. പിന്നെ FTP യൂസ് ചെയ്യുന്ന കണക്ഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2021 പോർട്ട് നമ്പർ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്. ഫയൽ ട്രാൻസ്ഫറിന്റെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഏറ്റവും അവസാനം അതൊരു കണക്ഷൻ ഡിസ്കണക്ഷനും കൊടുക്കുന്നുണ്ട്. പ്രോട്ടോകോൾ ഇന്റർപ്രറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ നിൽക്കുന്നത്. ഈ ഒരു പോയിന്റ് ഓർ ദ FTP application is built with the user interface at the top of the protocol, a data transfer process and protocol interpreter. ഇത് രണ്ടിന്റെ യൂസ് ഈ ഒരു ഫിഗർ വെച്ച് മനസ്സിലോർത്ത് വെച്ചാൽ ഫയൽ സിസ്റ്റത്തിന് ആക്സസ്, യൂസർ ഇന്റർഫേസ്, യൂസറിന് ഈ ഒരു ക്ലയന്റ് സൈഡിൽ സെൻഡ് ചെയ്യുന്ന സൈഡിൽ നമുക്ക് എന്ത് യൂസർ ഇന്റർഫേസ് ഉള്ളൂ, സെർവർ സൈഡിലാണ് യൂസർ ഇന്ററാക്ഷൻസ് ഇല്ല, ജസ്റ്റ് വാല്യൂ. ഇതിന്റെ പെട്ടി ഒരു സൈഡ് പഠിച്ചു വെച്ചാൽ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ എളുപ്പമുള്ള മീൻസ് ആപ്ലിക്കേഷൻ ലെയറിലാണ് പ്രോട്ടോകോൾ യൂസേജ്. സ്റ്റെപ്സ് എന്തൊക്കെ തരത്തിലുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ടെന്ന്. ഇത് the basic steps performed by client during FTP session. Connect the user to a remote host, select a directory. നമുക്കറിയാം നമ്മൾ ഒരു സാധനം റിക്വസ്റ്റ് ചെയ്ത് എടുക്കാനാണ് പോകുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോർ ചെയ്യാനാണെങ്കിൽ റിട്രീവ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ അത് ഏത് ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം സാധാരണ സേവ് പാറ്റേൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. സെലക്ട് എ ഡയറക്ടറി, ലിസ്റ്റ് ഫയൽസ് അവൈലബിൾ ഫോർ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെലക്ഷൻ. നെക്സ്റ്റ് ഡിഫൈൻ ദ ട്രാൻസ്ഫർ മോഡ്. ട്രാൻസ്ഫർ മോഡിൽ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ രണ്ട് തരത്തിൽ നമ്മൾ എടുക്കാമല്ലോ. സ്ട്രീം റെക്കോർഡ് സ്ട്രക്ചറിലാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, അതോ ബൈറ്റ് സ്ട്രീം പാറ്റേണിലാണ് ബൈറ്റ് ആയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നതെന്നുള്ള ട്രാൻസ്ഫർ മോഡും, അതേപോലെ ടൈപ്പ് ഏത് നേച്ചറുള്ള റെപ്രസെന്റേഷൻ ആണ് അതിനകത്തുള്ള വാല്യൂ റെപ്രസെന്റേഷൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ട്രാൻസ്ഫർ മോഡിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഫയൽസ് കോപ്പി ഫയൽസ് ടു ഓർ ഫ്രം ദ റിമോട്ട് ഹോസ്റ്റ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സർവീസസുകൾ കമാൻഡുകളാണ്. നമുക്ക് ഒന്ന് ഗെറ്റ് കമാൻഡ്, കോപ്പീസ് എ ഫയൽ ഫ്രം ദ റിമോട്ട് ഹോസ്റ്റ് ടു ദ ലോക്കൽ ഹോസ്റ്റ്. ഗെറ്റ് സിമ്പിൾ ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഫയലിന്റെ കേസ്. അതേസമയം mget കമാൻഡാണ് കൊടുക്കുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ഫയൽസ് ഫ്രം റിമോട്ട് ടു ദ ലോക്കൽ ഹോസ്റ്റ്. നമ്മൾ വന്ന് പുട്ട് കമാൻഡ്, ഗെറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെയായിരിക്കും പുട്ട് കമാൻഡ്. കോപ്പീസ് എ ഫയൽ ഫ്രം ദ ലോക്കൽ ഹോസ്റ്റ് ടു ദ റിമോട്ട്. പുട്ട് ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ പുട്ടാണ്, മൾട്ടിപ്പിളിനെ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ ഫയൽസിന്റെ ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സിംഗിൾ ഫയൽ ആണോ മൾട്ടിപ്പിൾ ഫയൽസ് ആണ്. ഇപ്പൊ നമുക്ക് മെയിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരെണ്ണമല്ല ഒന്നിൽ കൂടുതൽ നമുക്ക് ലിമിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലേ എന്ന് പറയുന്ന പോലെ സെൻഡ് ചെയ്യും. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിനകത്തും ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ച് അയക്കാമെന്ന് പറഞ്ഞ പോലെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പരിപാടി നമ്മൾ പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യാന്നുള്ളത്. രണ്ട് കമാൻഡുകൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രിക്കോസും ക്വിറ്റും.
അതിനകത്ത് ഒരു ടൈം ഫെമിലിയർ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ് അനോണിമസ് FTP എന്നുള്ളത്. ഇത് എല്ലാം ഓതറൈസ് കേസിനകത്ത് ചെയ്യുന്നതല്ലാതെ തന്നെ നമുക്ക് there are a few FTP servers that are available for general public access. വാലിഡ് യൂസർ ഐ ഡിയും കൊടുക്കാതെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പാസ്വേഡ് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാതെ നമുക്ക് ആക്സസ് ചെയ്യത്തക്ക രീതിയിലുള്ള ജനറൽ പാറ്റേൺ ആണ് നമ്മൾ അനോണിമസ് FTP എന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ദ യൂസർ നെയിം ഫോർ സച്ച് സെർവർ ഈസ് അനോണിമസ് ആൻഡ് പാസ്വേഡ് ഈസ് ഗസ്റ്റ്. പക്ഷെ ഇവിടെ ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ജനറൽ സോഴ്സസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ടൈമും കൂടി അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആണ്. ഇത് ആ ലാസ്റ്റ് പരീക്ഷയുടെ കുറച്ച് തൊട്ട് മുമ്പ് തന്നെ റീസെന്റ് ആയിട്ട് നോക്കിയെടുത്താലും എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് സമയം മെനക്കെട്ടൊന്നും പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതും ചെറിയ ചെറിയ മാർക്കിനെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്, മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. ഹെഡിങ്ങുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ കുറെ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ഉള്ളതിനകത്ത് സിമ്പിൾ ആയിട്ട് വെച്ചാൽ തിയറി പോർഷൻ ആയിട്ട് മാത്രം പഠിച്ചു വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു സെക്ഷനാണിത്. ഇനി ഇത് ജനറൽ ആയിട്ടുള്ള TCPയുടെ മോഡലിനെ ബേസ് ചെയ്തുള്ള OSIയുടെ TCP OSI മോഡൽ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് തന്നിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ക്വസ്റ്റിനകത്ത് ഒരു ജനറൽ ഇതായിട്ട് കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. OSIയുടെയും TCPയുടെയും തമ്മിൽ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ആ ഒരു സ്ട്രക്ചർ OSIക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 layers കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആ 7 layers കറസ്പോണ്ടിങ് ആണ് 4 layer സ്ട്രക്ചറിലേക്കാണ് TCP യൂസ് ചെയ്യുന്നത്. TCP കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിയറി പോർഷൻസ് കൂടുതലും കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ലെയേഴ്സിനെ യൂസർ ഇന്ററാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ലെയർ അതിന്റെ പ്രോട്ടോകോൾസ് ബേസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ഇന്റർനെറ്റ് ലെയറിനെ ബേസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡിവൈസ് കണക്ഷൻ ഇന്റർഫേസ് കണക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടന്റ് ആയ സമയത്ത് സംഭവിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു അടുത്ത ചാപ്റ്റർ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യണം. സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ IP നമ്മുടെ പോർട്ട് നമ്പറും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സോക്കറ്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് അലോ ദ യൂസർ ടു ആക്സസ് പ്രോഗ്രാംസ് ആൻഡ് റിമോട്ട് ഡേറ്റാബേസസ്. നമുക്കറിയാം കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് പ്രോഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് പല ഡേറ്റാബേസസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ട് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സോക്കറ്റ് പ്രോഗ്രാംസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു തിയറിറ്റിക്കൽ ആയിട്ട് ഒരു ജനറൽ ഐഡിയ എങ്ങനെയാണ് നെറ്റ്വർക്ക് പ്രോഗ്രാംസുകൾ നമ്മൾ ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോഗ്രാംസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ടാണ്. അപ്പൊ ആദ്യത്തെ ഇത് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. പൊതുവെ വരുന്ന സാധനമാണ് ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സിസ്റ്റത്തിനെ നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെ സെർവർ എന്നുള്ള രീതിയിൽ എടുക്കും. ക്ലയന്റിനെക്കാട്ടിലും എന്തുകൊണ്ടും പ്രോഗ്രാംസുകൾ റണ്ണിങ് പ്രോഗ്രാംസിന്റെ എണ്ണം കപ്പാസിറ്റി എല്ലാം പെർഫോമൻസ് എല്ലാം ഹൈ ആയിട്ട് വെക്കുന്നതാണ് നമ്മളെ സെർവർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആട്ടോ ആദ്യത്തെ കേസിലെടുത്തേക്ക്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നുള്ളത്, ക്ലയന്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് തിയറി പോർഷൻസ്. ഇതിനകത്ത് എന്താണ് ക്ലയന്റ് എന്താ സെർവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. സർവീസ് ഇതെല്ലാം ക്ലയന്റ് ആൻഡ് സെർവേഴ്സ് ആർ നത്തിങ് ബട്ട് പ്രോഗ്രാംസ് വിച്ച് ജനറലി റൺ ഓൺ ഡിഫറെന്റ് മെഷീൻസ് ഓർ കമ്പ്യൂട്ടേഴ്സ്. രണ്ട് കപ്പാസിറ്റി ഉള്ള നല്ല രണ്ട് പെർഫോമൻസിലുള്ള രണ്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പ്രോഗ്രാമുകളുടെ ഒക്കെ പറയുന്ന പേര് തന്നെയാണ് ക്ലയന്റ് സെർവർ. പ്രോഗ്രാം അതോട് തന്നെ അത് നമ്മൾ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞ പറഞ്ഞായിരുന്നു. അപ്പൊ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പോർട്ട് ക്രിയേറ്റ് ചെയ്യും, പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് പോർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ എവിടുന്നാണോ റിക്വസ്റ്റ് പോകുന്നത് അതിനെ നമ്മളൊരു ക്ലയന്റ് എന്നാണ്. എവിടുന്നാണോ അതിന്റെ കറസ്പോണ്ടിങ് യൂസ് വരുന്നത് അവിടെ നിന്നാണ് സെർവർ എന്നുള്ള രീതിയിലേക്കും എടുക്കുന്നത്.
That is, a server is a process that is able to carry out some functions of services like transferring files, translating host names to IP address, or any other task like finding inverse of applications. General item server is a process that is able to carry out some functions of services. അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് വർക്കിംഗ് കഴിഞ്ഞ ഡിസൈനിങ് ഓഫ് ക്ലയന്റ് സെർവർ പ്രോഗ്രാംസ്. ഈ ഇതിന്റെ ആർക്കിടെക്ചർ ക്ലയന്റ് സെർവർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള പർപ്പസിനല്ല എന്താണ് നമ്മുടെ ആവശ്യം അതിനനുസരിച്ചാണ് ഈ ഒരു ആർക്കിടെക്ചർ നമ്മൾ എടുക്കുന്നത്. റിക്വയർമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ജനറൽ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാറ്റഗറീസ് ഓഫ് ക്ലയന്റ് സെർവർ പ്രോഗ്രാംസ് നമ്മൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ characteristics of client program. Client program is an application program. It is invoked directly by a user and executes only for one session. Session എന്താണെന്ന് അറിയാമെന്ന് ഒരിക്കലും നമ്മുടെ ആക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടും. ഇപ്പൊ നോർമലി നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെഷൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ കയറി എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലേ, നമ്മൾ എവിടെയാണ് വിസിറ്റ് ചെയ്യുക, ലോഗിൻ ചെയ്യുന്ന സമയം, ലോഗൗട്ട്, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ആക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെഷന്റെ കേസ്. നമുക്ക് അതിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ അഡ്രസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സെഷൻ എൻട്രി ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്തും യൂസ് ചെയ്യാറും കൊണ്ടുപോകാം. ഇത് ജനറൽ ഐഡിയയിൽ പറയുന്നത് ക്ലയന്റ് പ്രോഗ്രാം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ്. അതിന്റെ നേച്ചറിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ സെർവർ പ്രോഗ്രാമിന് ഉണ്ടാകുന്ന നേച്ചർ. Server program is a special purpose program dedicated to provide generally one service. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാത്രമല്ല ഒരു യൂസർ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാം മാത്രമല്ല റിക്വസ്റ്റ്, നമുക്ക് അതിൽ മാത്രമല്ല സെർച്ച് ചെയ്തിട്ട് പല സാധനങ്ങൾ ഇപ്പൊ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും നമ്മൾ മാത്രമായിരിക്കുമല്ലോ ഒരേ സമയം നമ്മൾ സെർച്ച് ചെയ്ത സാധനങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മാത്രമായിട്ട് ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അതല്ലാതെ സെർവറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലയന്റുകൾ വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിന്റെ സർവീസും കൊടുക്കേണ്ടി വരിക. അപ്പം സെർവർ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് പ്രോഗ്രാം ആണ്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഓട്ടോമാറ്റിക്കലി വെൻ എ സിസ്റ്റം ബൂട്ട്സ്, runs on shared computer, waits passively for contact request from arbitrary clients. പാസീവ് ആയിട്ടും ആക്റ്റീവ്, പാസീവ് എന്ന് പറയുന്ന രണ്ട് നേച്ചറിലാണ് സോക്കറ്റ് റീസണിങ് നമ്മൾ കൊടുക്കുന്നത്. ആക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന സോക്കറ്റ് മീൻസ് കണക്ഷൻ, നമ്മൾ പറയല്ലോ കറസ്പോണ്ടിങ് പ്രോസസ് അപ്ലിക്കേഷൻ റേഞ്ചിലുള്ള കണക്ഷൻ വേണം. ആ കണക്ഷൻ കറക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം പാസീവ് സോക്കറ്റ് പാസീവും ആക്റ്റീവും രണ്ട് രീതിയിൽ എടുക്കുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റീവ് ചെയ്യാൻ മീൻസ് അസൈൻ ചെയ്തു വരുമ്പോൾ അതിനെ ആക്റ്റീവ് എന്നുള്ള രീതിയിൽ അതിലേക്ക് ഇപ്പൊ എപ്പോഴും സെർവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, വരും അല്ലെങ്കിൽ റിക്വസ്റ്റ് വരും എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ. അതിൽ വരുന്ന സമയത്ത് അത് ആ ഡെഡിക്കേറ്റ് അതിനകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. സെർവർ മെയിൻ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നു, ആ റിക്വസ്റ്റ് കറസ്പോണ്ട് ചെയ്ത് അപ്ലിക്കേഷൻ നമ്മൾ തമ്മിൽ ഇപ്പൊ യൂട്യൂബിൽ ഇവിടെ ഉണ്ടായിരിക്കണം അവിടെ ഉണ്ടായിരിക്കണം, രണ്ട് രീതിയിൽ നമ്മൾ എവിടെ നിന്നാണോ ആക്സസ് ചെയ്യുന്നത് ആ രണ്ട് സ്ഥലത്തും ഒരേപോലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് സോക്കറ്റ് പാറ്റേണിലും, എസ്റ്റാബ്ലിഷ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ പാസീവ് പാറ്റേണിലും ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ഇന്ററാക്റ്റീവ് ആൻഡ് കൺകറന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. സോറി, ഇന്ററാക്റ്റീവ്, ഐറ്ററേറ്റീവ് ആൻഡ് കൺകറന്റ്. ഐറ്ററേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന രീതി പോവാണെങ്കിൽ കൺകറന്റ്. ഐറ്ററേറ്റീവ് പാറ്റേൺ ചെയ്യണമെന്ന് എപ്പോഴാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ക്ലയന്റ് കയറി വന്ന സെർവറിന്റെ ആ സർവീസ് ഒരു പ്രീ ഡിഫൈൻഡ് പാറ്റേണിൽ ഇത്ര സമയം ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന് പ്രീ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഐറ്ററേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത രീതി പോകുമ്പോഴാണ് നമ്മൾ എന്താണ് കൺകറന്റ് പ്രോഗ്രാംസ്, കൺകറന്റ് പാറ്റേണിലായിരിക്കും എസ്റ്റാബ്ലിഷ്മെന്റ്. That is, when server knows that is going to take short amount of time, the server program handle the client request one by one in linear manner. Such server are known as interactive or sequential server programs.
കൺകറന്റ് സെർവർ ഇൻവോക്സ് അനദർ പ്രോസസ് ടു ഹാൻഡിൽ ഈച്ച് ക്ലയന്റ് റിക്വസ്റ്റ്. ഇതൊരു പാസീവ് മോഡിൽ ഇരിക്കുന്നത്. ആദ്യം നമ്മൾ പറയും നമ്മൾക്ക് വരുമ്പോൾ ഒരു സർവീസ് കിട്ടുന്നു, അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത റിക്വസ്റ്റിന് വേണ്ടി ലിസണിങ് ആണ് പാറ്റേണിൽ കിട്ടുന്നു ഉടനെ അടുത്ത പാരലൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ട, സെർവർ ഇതിന്റെ സർവീസ് അടുത്ത ആൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ആളെ വാദക്കൽ ഒരാൾ നോക്കി നിൽക്കുക, എൻട്രി സമയത്ത് ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമ്മൾ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ സർവീസ് ചെയ്യാനായിട്ടാണ് ആ ഫ്രണ്ടിൽ പോകുന്നത്. വേണ്ട ഷോപ്പിനകത്തൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ എന്താ നിങ്ങളുടെ ആവശ്യം ചോദിക്കാനായിട്ട് ഒരാൾ വന്ന് നിൽക്കുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യപ്പെടും, ആ സർവീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഇന്ന ഫ്ലോറിലാണ് അത് കിട്ടുക, അല്ലെങ്കിൽ ഇന്നടത്തേക്ക് പൊക്കോളൂ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഇവിടുത്തെ ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പൊ വീണ്ടും അടുത്ത ആൾ വരുമ്പോൾ ഇതേ ആൾ അവിടെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആണ്. കാരണം അടുത്ത വരുമ്പോഴും ഇതേപോലെ ഏത് സർവീസിനാണ് എന്താണ് റിക്വസ്റ്റ് വരുന്നത്, ആ റിക്വസ്റ്റിന് അനുസരിച്ച് റീഡയറക്ട് ചെയ്യാം. ഇതിൽ അതേപോലെ സ്റ്റാൻഡേർഡ് നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ പ്രോഗ്രാംസിന്റെ ഡെവലപ്പ് ചെയ്യാം. Standard application programs are those that use standard services like file transfer, email. The application program which uses service definitely privately or locally by the organization according to its need is called non-standard applications. ഒന്ന് സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒന്ന് നോൺ സ്റ്റാൻഡേർഡ്. കറസ്പോണ്ടിങ് ഓർഗനൈസേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വർക്കുകളെല്ലാം നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ആയിട്ടായിരിക്കും. ദാറ്റ് മീൻസ് ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഡേറ്റാബേസ് സർവീസസുകൾ. അതിന് കറസ്പോണ്ടിങ് അപ്പൊ ആ ടൈപ്പ് ആപ്ലിക്കേഷൻ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോർട്ട് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ആക്ച്വലി പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഇതിനകത്ത് ഒന്നിൽ കൂടെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. ഓരോ ആപ്ലിക്കേഷൻ സെയിം നെറ്റ്വർക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ആ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ റൺ ചെയ്യുക. അപ്പൊ ഓരോ ആപ്ലിക്കേഷൻസിനെ തിരിച്ചറിയാൻ വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന നമ്പറാണ് പോർട്ട് നമ്പർ എന്നുള്ളത്. പ്രോഗ്രാമുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി, അപ്പൊ ഓരോ പ്രോഗ്രാമുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത് ആ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ IP അഡ്രസ്സും കൂടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മൊത്തത്തിൽ നമ്മൾ സോക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കണക്ഷൻ ആൻഡ് കണക്ഷൻലെസ് പ്രോഗ്രാംസ് ആയിരിക്കും നമുക്ക്. ഇത് രണ്ടും നമുക്കറിയാം, രണ്ട് നേച്ചറാണ്. ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് വരുന്ന രണ്ട് നേച്ചറാണ് ഇത്, കണക്ഷനിലും കണക്ഷൻലെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എൻ ടു എൻ റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടും, അല്ലാത്ത അത് TCP ആയിരിക്കും. കണക്ഷൻ ലെസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ UDP പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു നേച്ചർ സ്റ്റേറ്റ്ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസ് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. അത് രണ്ട് രീതിയിൽ നമ്മൾ ഐട്രേറ്റിംഗ് കൺകറന്റ് എന്ന് പറഞ്ഞാലൊപ്പം തന്നെ അതിന്റെ 4 categories. That is, if a server program is maintaining the state of ongoing communication, it is called as stateful server program. Generally, server programs are designed into 4 categories according to their capability of providing concurrency and their use of communication mode. These are iterative, concurrent എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കണക്ഷൻ ലെസ്സിനകത്തും കണക്ഷൻ ഓറിയന്റഡിനകത്തും വർക്ക് ചെയ്യുന്ന 4 കാറ്റഗറിയാണുള്ളത്. അതിനെ 4നെയും സ്പെസിഫൈ ചെയ്തെന്ന് വെച്ചാൽ കണക്ഷൻ കൺകറന്റ് കണക്ഷൻ ലെസ് എന്ന് പറയുന്ന റെയർലി യൂസ് സെർവർ ഡിസൈൻ ആണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് കണക്ഷൻ കൺകറന്റ് കണക്ഷൻ സെർവർ ഡിസൈൻസ് കോസ്റ്റ് put for process creation become higher than the efficiency achieved by the കൺകറൻസി ഒരേ സമയം നമ്മൾ ഒന്നിൽ കൂടുതൽ വർക്ക് കൊടുക്കാനുള്ള ബെനിഫിറ്റ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് റെയർലി യൂസ് സെർവർ ഡിസൈൻ ആണ്. നെക്സ്റ്റ് കൂടുതലായിട്ട് മോസ്റ്റ് ജനറൽ ഡിസൈൻ ഓഫ് സെർവർ എന്ന് പറയുന്നതാണ് കൺകറന്റ് കണക്ഷൻ ഓറിയന്റഡ്. അതുപോലെ മോസ്റ്റ് കോമൺലി യൂസ് സെർവേഴ്സ് ആണ് ഐട്രേറ്റീവ് കണക്ഷൻ ലെസ്. ഇത് രണ്ടിന്റെ കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ബെനിഫിറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന ഒരു കേസാണ് ഐട്രേറ്റീവ് കണക്ഷൻ ഓറിയന്റഡ്. 4 കാറ്റഗറിയിൽ നമുക്ക് ഈ കണക്ഷൻ ഓറിയന്റഡ് ആയിട്ട് തന്നെ രണ്ട് കൺകറന്റും ഐട്രേറ്റീവും കണക്ഷൻ ഓറിയന്റഡും കണക്ഷൻ ലെസ് ആയിട്ട് ചെയ്യുന്നതിനകത്ത് സെക്കൻഡ് തേർഡ് കേസ് കൺകറന്റ് കണക്ഷൻ ഓറിയന്റഡും ഐട്രേറ്റീവ് കണക്ഷൻ ലെസ് മാത്രമാണ് നമ്മുടെ ഡെവലപ്മെന്റ് സൈഡിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ട സെക്ഷനുള്ളൂ. സോക്കറ്റ് പ്രോഗ്രാം ഡിസൈനിങ്, നെറ്റ്വർക്ക് പ്രോഗ്രാം ഡിസൈനിങ്ങിനകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ 2 നേച്ചറിലേക്ക് മാത്രമായിരിക്കും.
ദെൻ ഇത് സോക്കറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, സോക്കറ്റ് കോൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിയിട്ട് പറയാം.